കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും, മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്കും ഇന്ന് മാനവ സമൂഹം വളരേണ്ടതുണ്ട്. ഒരിക്കൽ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്ന നാം കാലക്രമേണ അത് വിഗ്രഹാരാധനയോട്ട് മാറി. നമ്മുടെ ഇന്ത്യ ആദ്യമേ നമ്മളെല്ലാവരും ഹിന്ദുസായിരുന്നു. എല്ലാവരും. തോമസ് ലീഹ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ക്രിസ്ത്യാനികൾ ഉള്ളെടുത്തത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ അവരുടെ കമ്പനിയിൽ ജോലി തരണമെങ്കിൽ, ക്രിസ്ത്യാനി ആകാമെങ്കിൽ അവരുടെ റോമൻ കാത്തലിക്കിലോട്ട് ചേരാമെങ്കിൽ ജോലി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് പേര് ക്രിസ്ത്യാനികളായി മാറി. അതിനുശേഷം തോമസ് ലീഹ വന്നതിന് ശേഷം നമ്മൾ കുറേ ക്രിസ്ത്യാനികളായി. എന്നാൽ ഇതിനു മുമ്പേ, യുഗങ്ങൾക്ക് മുമ്പേ ഉപനിഷത്ത്, ഗീത, ഭാഗവത് ഇതെല്ലാം നമ്മളുടെ ഈ രാജ്യത്തുണ്ടായിരുന്നു. അന്ന് ഞാൻ ഉപനിഷത്തിൽ കഠോപനിഷത്ത് ചാപ്റ്റർ 2 പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അങ്കുഷ്ടമാത്രോ പുരുഷാന്തരാത്മാ സദാ ജനാന ഹൃദയ സന്നിവിഷ്ടേ എന്ന് വെച്ചാൽ അഖിലത്തിൻ്റെയും അന്തര്യാമിയായ പരമേശ്വരൻ ഹൃദയത്തിന് അനുരൂപമായി അങ്കുഷ്ടമാത്ര രൂപത്തിൽ എപ്പോഴും ജനങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പോൾ ദൈവം എവിടെയാണ് വസിക്കുന്നത്? നമ്മളുടെ ഹൃദയത്തിനുള്ളിലാണ്. ഒരിക്കലും പള്ളിയിലോ അമ്പലത്തിലോ ഒരിടത്തും ദൈവം ഇല്ല. മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ ഒരു ബിൽഡിങ്ങിലും ഒരു കെട്ടിടത്തിലും ദൈവം വസിക്കുന്നില്ല. ദൈവം വസിക്കുന്നത് നമ്മളുടെ ഹൃദയത്തിലാണ്. ഇന്ന് പിന്നെ എന്തിനാണ് പള്ളിയിൽ പോണേ, എന്തിനാണ് അമ്പലത്തിൽ പോണേ എന്ന് ചോദിച്ചാൽ അതൊരു കൂട്ടായ്മയാണ്. കൂട്ടായ്മ, ഫെലോഷിപ്പ് ആണ്. നമ്മൾ ഇന്ന് പലരും നമ്മൾ ഇടവകയിൽ പോണു. നമ്മുടെ ഇടവകയിലുള്ള ആൾക്കാരെ കാണുന്നു. എത്ര പേര് ഒന്ന് ഹലോ, എന്നാണ്ട് വിശേഷം, വീട്ടിൽ എന്നാണ്ട് വിശേഷം, അപ്പച്ചന് സുഖമാണോ, അമ്മച്ചക്ക് സുഖമാണ്, എത്ര പേര് ചോദിക്കുന്നുണ്ടാവും? അല്ല, അതെല്ലാം പോട്ടെ, ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? കുറച്ച് പേര് വേണമെങ്കിൽ കാണും. അതല്ല, നമ്മൾ ഇടവകയിൽ പോണത് നമ്മളുടെ ആ ഇടവകയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ കുശലം ചോദിക്കുക. ഒരുപക്ഷെ അവർക്ക് വളരെ കഠിന വേദനയോടെ കൂടെ ആയിരിക്കും ആ പള്ളിയിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അമ്പലത്തിൽ വന്നിരിക്കുന്നത്, വളരെ പ്രാർത്ഥന ആവശ്യപ്പെട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചോദിക്കുക എന്താണ് അവരുടെ വീട്ടിൽ വിളിച്ചിട്ട്. ചിലപ്പം അവരുടെ വീട്ടിൽ ആരെങ്കിലും അത്യസന്ന നിലയിൽ ഹോസ്പിറ്റലായിരിക്കും. ചിലപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മാനസിക ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് അവരുടെ ആ ദുഃഖവുമായിട്ട് നമുക്ക് പങ്കുചേർന്നിട്ട് നമുക്കും കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇടവകയിൽ പോകുമ്പോൾ, പള്ളിയിലായാലും അമ്പലത്തിൽ പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം, സ്നേഹം. ദൈവം നമ്മളെ, ജീസസ് ഈ ലോകത്തിൽ വന്നിട്ട് നമുക്ക് 10 കൽപ്പനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ 10 കൽപ്പന എന്താണെന്ന് വെച്ചാൽ, 1, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. അതായത് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഒരേ ഒരു ദൈവം, എല്ലാം സൃഷ്ടിച്ച ദൈവം. 1. 2, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകും. ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ ഉപയോഗിക്കരുത്. തമാശന് പോലും ദൈവത്തിൻ്റെ പേര് പറയരുത്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 3, അത് ഞായറാഴ്ചയാണ്. 7 ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും, 7 ദിവസവും നമ്മൾ പുറത്തെല്ലാം പോയി വർക്കെല്ലാം ചെയ്യുമ്പോൾ അതിൽ ഒരു ദിവസം നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കണം. നമ്മളെ ഒരാഴ്ച മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം കാത്തു രക്ഷിച്ചു. അതിന് തീർച്ചയായിട്ടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിനോട് വളരെ നന്ദി, മഹത്വം രേഖപ്പെടുത്താനായിട്ടാണ് നമ്മൾ ഞായറാഴ്ച ദിവസം നമ്മൾ അന്ന് ഹോളിഡേ തന്നെ ആക്കിയിരിക്കുന്നത്. തന്നെ നമുക്ക് അടിച്ചു പൊളിക്കാനല്ല, നമ്മൾ ആ ദിവസം നമ്മൾ ദൈവത്തിനോട് നന്ദി പറയാനും, വീട്ടുകാരൊക്കെ ആയിട്ട് വളരെ സ്നേഹത്തോടെ ഇരിക്കാനും, വീട്ടുകാരൊക്കെ ഒന്നിച്ച് ഭക്ഷണത്തിനിരിക്കാനും, അതുപോലെ തന്നെ ഒരുമിച്ച് പള്ളിയിൽ പോകാനൊക്കെയാണ്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. പിന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതാപിതാക്കളാണ് നമ്മുടെ കാണപ്പെട്ട ദൈവം. അപ്പോൾ അവരെ തീർച്ചയായിട്ടും നമ്മൾ ബഹുമാനിച്ചേ പറ്റുള്ളൂ. ഇനി അവർക്ക് അറിവില്ലായ്മയാണെങ്കിൽ തന്നെയും നമ്മൾ കുറച്ച് സഹിഷ്ണുത അവരോട് കാണിക്കണം. പിന്നെ കൊല്ലരുത്, പിന്നെ കള്ളസാക്ഷി പറയരുത്, മോഷ്ടിക്കരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അപ്പോൾ നമുക്ക് ഇത്രയും കൽപ്പനകൾ യേശു നമുക്ക് പഠിപ്പിച്ചു തന്നാണ്. പക്ഷേ എല്ലാറ്റിലും ഉപരി യേശു നമുക്കൊരു ലാസ്റ്റ് ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ട്. പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുവാൻ മാത്രം.
നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. സ്വന്തം നമ്മുടെ അയൽക്കാരെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോടും വലിയ ദേഷ്യവും പകയും വിദ്വേഷവും ഒന്നും ഇല്ലാതെ നമ്മൾ ജീവിച്ചുള്ളൂ. കാരണം ഒന്ന് പറയാം, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ മാത്രമേ നമ്മുടെ തെറ്റുകൾ സ്വർഗസ്നായ പിതാവ് നമുക്ക് ക്ഷമിച്ചു തരത്തുള്ളൂ. അത് ശരിക്കും മനസ്സിൽ വെക്കണം. നമ്മൾ ആരോടെങ്കിലും വിദ്വേഷമോ ദേഷ്യമോ എന്തുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളത്തില്ല. നമ്മൾ ആദ്യം നമ്മളെ വിഷമിപ്പിച്ചവരോട് നമ്മൾ ക്ഷമിക്കണം. അപ്പോൾ ഈ 10 കൽപ്പനയിലെ ഏറ്റവും വലിയ കൽപ്പന പരസ്പരം സ്നേഹിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ ഈ പള്ളിയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളിന്ന് ഒരാളെ ചിരിച്ച് കാണിക്കാതെ, ഒരാളെ നമ്മൾ ചിരിച്ച് കാണിച്ചു, നമ്മൾ ചിരിച്ച് കാണിച്ചില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ പാപം തന്നെയാണ്. നമ്മൾ ചിരിച്ചു ഒന്ന് പുഞ്ചിരിച്ചു എന്ന് നമുക്കൊന്നും നഷ്ടമാകുന്നില്ല. ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ശത്രു ആയപ്പോഴും നമ്മൾ ഒന്ന് പുഞ്ചിരിച്ചിട്ട് നമ്മൾ പോരുക. അതുപോലെ തന്നെ എനിക്ക് ക്രിസ്ത്യൻസിനോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ നമുക്ക് കുർബാനയുടെ സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സമാധാനം അങ്ങോട്ട് പരസ്പരം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ സമാധാനം അച്ഛൻ ഇങ്ങനെ തരുന്നുണ്ട്. ഈ തരുമ്പോൾ നമ്മൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നേരെ നമ്മൾ ആ സമാധാനം വാങ്ങിയിട്ട് നമ്മൾ വലത് സൈഡിൽ നിൽക്കുന്നവർക്കും ഇടത് സൈഡിൽ നിൽക്കുന്നവർക്കും നമ്മൾ സമാധാനം കൊടുക്കണം. ഈ സമാധാനം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് വേണം നമ്മൾ അവർക്ക് സമാധാനം കൊടുക്കാൻ. എന്നല്ലേ നമുക്ക് സമാധാനം കിട്ടത്തുള്ളൂ. നമ്മൾ സമാധാനം വാങ്ങിക്കുമ്പോൾ സന്തോഷത്തോടെ വാങ്ങിക്കുകയും സന്തോഷത്തോടെ കൊടുക്കുകയും ചെയ്യണം. ഞാൻ പല പള്ളികളിലും പോയിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോഴൊക്കെ സമാധാനം കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു മനുഷ്യരും ഞാൻ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഇന്നലെ കണ്ടിട്ടില്ല. മുഖത്ത് നോക്കുക ഇങ്ങനെ ആർക്കോ വേണ്ടി ചെയ്യുന്നല്ലേ. അത് ശരിക്കും തന്നെ നമുക്ക് സമാധാനം വേണോ എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സമാധാനം വാങ്ങിച്ചിട്ട് നമുക്ക് മാത്രം സമാധാനം മതിയോ? ഇല്ല, നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുകയും കൂടെ ചെയ്യണം. അതുപോലെ തന്നെ അമ്പലത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞു, അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മുടെ ഇടയിലോട്ട് കടന്നു വന്നതാണ്. ദൈവം നമ്മളുടെ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത്. അപ്പം അമ്പലത്തിൽ പോകുമ്പോൾ ഭയങ്കര തെക്കലാണ് ദൈവത്തിനെ കാണാനായിട്ട്. നമുക്ക് ആർക്കും ദൈവത്തിനെ പിടിച്ച് ഒരു കൂടിനകത്ത് അടച്ചു വെക്കാൻ സാധിക്കുമോ? ഒരിക്കലും പറ്റത്തില്ല. ദൈവം എന്ന് പറയുന്നത് നമ്മളൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ വെറും പുഴുക്കളെ പോലെയാണ്, കീടങ്ങളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കീടങ്ങളാണ്. എന്തെന്ന് വെച്ചാൽ ദൈവം ഇരിക്കുന്ന സ്ഥലം, ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗവും ദൈവത്തിൻ്റെ പാദപീഠം ഭൂമിയിലുമാണ്. അത്രയ്ക്കും വലുതാണ് ദൈവം. അപ്പോൾ അത്രയും വലുതായിരിക്കും ദൈവം തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഏത് തരത്തിലുള്ള വീട് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി പണിയാൻ സാധിക്കും? അപ്പോൾ ദൈവം ഒരിക്കലും ഒരു കൂട്ടിലും ദൈവത്തിനെ നമുക്ക് പിടിച്ചിട്ട് പൂട്ടി വെക്കാനും പറ്റും. ദൈവത്തിനെ പൂട്ടി വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ തന്നെ ദൈവത്തിന് നമ്മുടെ ആരുടെയും സാക്രിഫൈസ് ഒന്നും വേണ്ട. നമ്മളുടെ പൂജ, നമ്മളുടെ ഓരോ ഓഫറിങ്സ് ഒന്നും ദൈവത്തിന് വേണ്ട. ഇതെല്ലാം സൃഷ്ടിക്കാമെങ്കിൽ ദൈവത്തിന് എന്താണ് നമ്മുടെ ഓരോ ഇങ്ങനെ കരഞ്ഞു പിടിഞ്ഞു കൊടുക്കുന്നതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കുക. അതാണ് ദൈവത്തിന് ഏറ്റവും പ്ലീസ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ഓരോ പൂജ അത് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ഇതിൽ എപ്പോഴോ അന്ധവിശ്വാസങ്ങൾ കടന്നു വന്നതാണ്. ഈ അന്ധവിശ്വാസങ്ങളെല്ലാം നമ്മൾ പാടെ മാറ്റുക നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന്. നമുക്ക് ഇതൊന്നും നമ്മുടെ ആവശ്യമില്ല. നമ്മൾ കണ്ണില്ലാത്തതും കാതില്ലാത്തതിനൊക്കെ എപ്പം നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ യുഗങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഉപനിഷത്തിലും ഗീതയിലും അത് ക്രിസ്ത്യാനിറ്റി വരുന്ന മുമ്പേ തന്നെ ഉള്ള അന്ന് തന്നെ നമ്മുടെ മഹർഷിമാർ ഇതിൽ ഉദ്ഘോഷിച്ചിരുന്നു. ദൈവം നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്. പിന്നെ എപ്പോഴാണ് ഈ വിഗ്രഹങ്ങൾ വന്നത്? ഇന്ന് ദൈവം നമ്മളൊക്കെ എത്ര നല്ല കാണാൻ, പൂക്കൾ, ബേർഡ്സ്, എന്തെല്ലാം കാര്യങ്ങൾ. അപ്പം മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഛായയിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ദൈവത്തിനെ ഇങ്ങനെ അവഹേളിക്കണം? ഒരു കരിങ്കല്ല് അവിടെ കൊണ്ടുവച്ചിട്ട് ആ കരിങ്കല്ലിന് കണ്ണും ഇത് ദൈവമാണ്, ആ കരിങ്കല്ലിന് കൊണ്ടുപോയി കിരീടം വെക്കുക, ആ കരിങ്കല്ലിന് കൊണ്ടുപോയി അത് ദൈവത്തിനെ ആക്ഷേപിക്കുന്ന തുല്യമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇത് എൻ്റെ ദൗത്യമാണ് നിങ്ങളെ അറിയിക്കേണ്ടത്. ദൈവം പലരിൽ കൂടി നിങ്ങളോട് നിങ്ങളുടെ സത്യങ്ങൾ തുറന്ന് പറയാനായിട്ട് വരും. അപ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല ചെയ്യുക. ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പന തന്നെ, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറയുമ്പോൾ തന്നെ എന്തിനാണ് കല്ലിനെയും ഈ ഒരു വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. അതുപോലെ തന്നെ ഞങ്ങൾ ക്രിസ്ത്യൻസാണ്. ഇപ്പോൾ ഞാൻ റോമൻ കാത്തലിക്കാണ്. പക്ഷേ ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നു എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ക്രിസ്ത്യാനി ആയത് ഈ ഇടയ്ക്ക് 2008 ഞാൻ ഒറിജിനലായിട്ട് ക്രിസ്ത്യാനി ആയത്. ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ എന്താണ്? ക്രിസ്തുവിനെ അറിയുക. ക്രിസ്തുവിനെ അറിയണമെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനി ആകാൻ പറ്റത്തില്ല. ക്രിസ്ത്യാനി അറിയണമെങ്കിൽ സ്നേഹം വേണം, ത്യാഗം വേണം,
ക്ഷമ വേണം, കരുണ വേണം. ഇങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ക്രിസ്ത്യാനിയാകാൻ പറ്റുകയുള്ളൂ. പള്ളിയിലെ ബുക്കിൽ നമ്മുടെ പേരുണ്ടായിരിക്കും, നാം ക്രിസ്ത്യാനിയാണ്, നമ്മൾ മറിയാമ്മൻ ജോസഫ് എന്നൊക്കെ പേരുണ്ടായിരിക്കും. പക്ഷേ ജീവൻ്റെ ബുക്കിൽ നമ്മുടെ പേരുണ്ടാകണമെന്നില്ല. ക്രിസ്ത്യാനി എന്നൊന്നും ഈ ലോകത്തിൽ പറഞ്ഞിട്ട് കാര്യം. ക്രിസ്ത്യാനി ആണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ ഫോളോ ചെയ്യണം. ജീസസ് എന്താണ് നമ്മൾ പഠിപ്പിച്ചത്, അതിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്ത്യാനികളാകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരിക്കലും ക്രിസ്ത്യാനികളെ ഫോളോ ചെയ്യരുത്, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും മതം മാറണം, എല്ലാവരും ക്രിസ്ത്യാനിറ്റിയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ എന്താ മാറേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മനം മാറണം. മനം, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ദൈവവിളിയുണ്ടായി, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു, യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞു. അപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങൾ മുൻപോട്ട് പോകുക. അല്ലാതെ ഞാൻ ദൈവത്തെ അറിഞ്ഞു, ഇന്ന് തൊട്ട് ഞാൻ വൈറ്റാമൈറ്റാണ് ഇടുന്നത്, ഇന്ന് തൊട്ട് ഞാൻ കമ്മലും മാലയും ഒന്നും ഇടുന്നില്ല, വൈറ്റാമൈറ്റാണ്. ഈ വൈറ്റാമൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഡ്രസ്സിന് നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ വൈറ്റ് വാഷ് അടിച്ച കുഴിമാടം ഗ്രേവ്യാർഡ് പോലെ ആകരുത്. വൈറ്റ് വാഷ് അടിച്ച ഗ്രേവ്യാർഡ്, ആ ഗ്രേവ്യാർഡിനടുത്ത് എന്തായിരിക്കും, അസ്ഥികൾ, പുഴുക്കൾ ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വൈറ്റാമൈറ്റ് ഇട്ടിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ക്രിസ്ത്യാനി ആണെങ്കിൽ അത് പ്രവൃത്തിയിൽ ചുമ്മാ നാക്കും കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ മാത്രമല്ല, ക്രിസ്ത്യാനി ആണെങ്കിൽ പ്രവൃത്തിയിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന ക്ഷമ, മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം, മറ്റുള്ളവരോട് കാണിക്കുന്ന ത്യാഗം, മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണ, ഇതാണ് ക്രിസ്ത്യാനി. ഇപ്പോഴേ ക്രിസ്ത്യാനിയാകാൻ പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബ്രാഹ്മിൻസ്, അവർ മാംസവും ഒന്നും അവർ കഴിക്കുന്നില്ല, മീനും ഇറച്ചിയൊന്നും അവർ കഴിക്കുന്നില്ല. ഓക്കെ എന്നും പറഞ്ഞവർക്ക് അവർ ബ്രാഹ്മണനാവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ പൂണൂലിട്ടു, ആ വ്യക്തി ബ്രാഹ്മണനാവണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. ബ്രാഹ്മണൻ എന്താണ് ബ്രാഹ്മണൻ്റെ അർത്ഥം? ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ഈശ്വരനെ അറിഞ്ഞവൻ എന്നാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ ലോകത്തിലുള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി, മനുഷ്യന് വേണ്ടി ഭക്ഷിക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് സൃഷ്ടിച്ചത്. അപ്പോൾ നമുക്കതെല്ലാം കൃതജ്ഞതാപൂർവ്വം പ്രാർത്ഥിച്ചിട്ട് നമുക്കത് ഭക്ഷിക്കാം എന്നാണ്. പക്ഷേ നമ്മൾ വായിലോട്ട് എന്ത് നമ്മൾ കഴിച്ചാലും അത് വയറ്റിൽ പോകുന്നു. വയറ്റിൽ പോയിട്ട് അത് ആർക്കൊരു പ്രശ്നമില്ലാതെ അത് വെളിയിൽ പോകുന്നു ഇല്ലേ. പക്ഷേ നമ്മളുടെ അകത്തുനിന്ന് വരുന്ന ഒരു സംസാരം, അകത്തുനിന്ന് വരുന്ന വായിക്കൂടെ പുറത്തോട്ട് വരുന്നതാണ് ഒരു വ്യക്തിയെ ദുഷിക്കുന്നതും മാലിന്യമാക്കുന്നതെല്ലാം. വായിൽ നിന്ന് പുറത്ത് വരുന്നത്, പുറത്തുനിന്ന് വായിലോട്ട് പോകുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല. വായിൽ നിന്ന് പുറത്ത് വരുന്നത് എന്താണ്? കള്ളം, കള്ളസാക്ഷി, വ്യഭിചാരം, കുറ്റം പറച്ചിൽ, പിന്നെ കുശുമ്പ് പറച്ചിൽ, ഇതൊക്കെ മറ്റുള്ളവരെ എന്തുമാത്രം അശുദ്ധനാക്കുന്നു. നമ്മളും അശുദ്ധനാകുന്നു, മറ്റുള്ളവരെ എന്തുമാത്രം വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഉപവസിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുക എന്നാണ്. ചിലർ ഉപവസിക്കാറുണ്ട്. അവർ പെട്ടെന്ന് ഒന്നും കഴിക്കാതെ ഓടി നടക്കും, എന്നിട്ട് എൻഗേജ്ഡ് ആവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻഗേജ്ഡ് ആവും. എല്ലാവരോടും പറയുകയും ചെയ്യും, ഞാനൊന്ന് ഉപവാസമാണ്, ഞാനൊന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. അങ്ങനെ വിളിച്ചു കൂവി നടക്കാനുള്ളതല്ല ഉപവാസം.